അണ്ടർസ്റ്റാൻഡിങ് സെക്യുലാറിസം, മതേതരം എന്താണെന്ന് നോക്കാം. ചരിത്രത്തിൽ മതത്തിന്റെ പേരിൽ വിവേചനം, ഒഴിവാക്കൽ, പീഡനം എന്നിവയുടെ വിവിധ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിഷ്കൃത ലോകത്ത് ആരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരൊരു വിവേചനം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന മതേതരത്വം പോലെയുള്ള മൂല്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മതനിരപേക്ഷത സംസ്ഥാനത്തു നിന്നും മതത്തെ വേർതിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. മതനിരപേക്ഷത രാഷ്ട്രത്തിൽ നിന്നും മതത്തെ വേർതിരിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വ്യക്തികൾക്ക് അവരുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. മതത്തിന്റെ ശക്തിയും ഭരണകൂടത്തിന്റെ അധികാരവും വേർതിരിക്കുന്ന ഒരു തന്ത്രമാണ് ഇന്ത്യ സ്വീകരിച്ചത്. മതത്തെ രാജ്യത്തിൽ നിന്നും വേർതിരിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിയാൽ, ജനാധിപത്യത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് മതം രാജ്യത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഒരു മതത്തിന്റെ മേലുള്ള ആധിപത്യത്തെയും ഇത് നിരോധിക്കുന്നു. വ്യക്തികൾക്ക് അവരുടെ മതത്തിൽ നിന്നും പുറത്തു പോകാനോ മറ്റൊരു മതം സ്വീകരിക്കാനോ മതപരമായ പഠിപ്പിക്കലുകൾ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളതുകൊണ്ടും മതം രാജ്യത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതാണ് നല്ലത്. എന്താണ് ഇന്ത്യൻ മതേതരത്വം? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. ഒരു മതേതര രാഷ്ട്രത്തിൽ ഒരു മതസമൂഹം മറ്റൊന്നിന് ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു മതേതര രാഷ്ട്രത്തിൽ ചില അംഗങ്ങൾ അതേ മതസമൂഹത്തിലെ മറ്റ് അംഗങ്ങളെ ഭരിക്കുന്നില്ല. ഭരണകൂടം ഏതെങ്കിലും ഒരു പ്രത്യേക മതം നിർബന്ധമാക്കുകയോ വ്യക്തികളുടെ മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല. സർക്കാർ സ്കൂളുകൾക്ക് ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. എല്ലാ മതങ്ങളുടെയും വികാരങ്ങളെ മാനിക്കുന്നതിനും മതപരമായ ആചാരങ്ങളിൽ ഇടപെടാതിരിക്കുന്നതിനുമായി പ്രത്യേക മതവിഭാഗങ്ങൾക്ക് ഭരണകൂടം ചില ഒഴിവാക്കലുകൾ നൽകുന്നു. ഉദാഹരണം, സിഖുകാര് ഒരു മതപരമായ ആചാരമായി പുഗ്രി അഥവാ തലപ്പാവ് ധരിക്കുന്നു. അതിനാൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് അവർക്ക് ധരിക്കേണ്ടതായിട്ടില്ല. ന്യൂനപക്ഷത്തിന്മേൽ ഭൂരിപക്ഷ മതത്തിന്റെ ആധിപത്യം തടയാൻ ഇന്ത്യൻ മതേതരത്വം പ്രവർത്തിക്കുന്നു. താഴ്ന്ന ജാതിക്കാരുടെ ഈ മതാധിഷ്ഠിത ഒഴിവാക്കലും വിവേചനവും തടയുന്നതിന് ഇന്ത്യൻ ഭരണഘടന തൊട്ടുകൂടായ്മ നിരോധിക്കുന്നു. സാമൂഹിക ആചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉത്തരവുകളിൽ ഭരണകൂടത്തിന് ഇടപെടേണ്ടി വന്നേക്കാം. അമേരിക്കൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിയമനിർമ്മാണ സഭയെ മതത്തിന്റെ സ്ഥാപനത്തെ മാനിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ മതത്തിന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ നിരോധിക്കുന്നതിനെ നിരോധിക്കുന്നു. നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു മതത്തെയും ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് ഇതിനർത്ഥം. US-ൽ ഭരണകൂടവും മതവും തമ്മിലുള്ള വേർപിരിയൽ അർത്ഥമാക്കുന്നത് ഭരണകൂടത്തിനോ മതത്തിനോ പരസ്പരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ്. ഇന്ത്യൻ ഭരണകൂടം മതേതരമാണ്. മതപരമായ ആധിപത്യം തടയാൻ വിവിധ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. US-ൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദർശത്തിൽ ഭരണകൂടത്തിന് മതത്തിൽ ഇടപെടാൻ കഴിയും. ഉദാഹരണത്തിന്, തൊട്ടുകൂടായ്മ, സതി മുതലായവ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു.